ഇംഗ്ലീഷ് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. മിനിസ്റ്ററുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്താ. അത് കാണിച്ചാലും വേണ്ട സാർ. അല്ല, അവിടുത്തെ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സാർ. 20 ഏക്കറിൽ നിന്ന് 1.5 കോടിയുടെ വിളവ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 3 വിളവ് വരെ കിട്ടും. പ്രതിവർഷം 3 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും. അതെ, പിന്നെന്താ? ഒരു വിളവെടുപ്പിന് എത്ര രൂപ ചെലവ്? ഒരു വിളവെടുപ്പിന് 1.5 കോടി രൂപ കിട്ടും നമുക്ക്. ഒരു വിളവെടുപ്പിന് ഒരു വർഷം 4.5 കോടിയുടെ ലാഭം. അതിൽ നമുക്ക് 50 ലക്ഷം ചെലവ് പോയാലും 4 കോടി ലാഭം. അതെ, 4 കോടിയാ. അപ്പൊ ഞാനൊരു 5 കൊല്ലൊക്കെ നിന്നാലോ അതിനാല് 20 കോടി ഉറുപ്പ്യ സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഈ ചീര മാത്രം ഡെഫിനറ്റ്ലി 3 വിളവെടുപ്പാണ്. ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും ഒരു വർഷം 4 കോടി ലാഭം. ഞാൻ പേര് ചോദിക്കാൻ വിട്ടു. രാജേഷ്. എൻ്റെ ഒരു വിജയ്. എവിടെ താമസിക്കുന്നു? ഞങ്ങൾ നാലഞ്ചിറ മാർവേനിസ് കോളേജിന്റെ റൂബി ഇന്റർനാഷണലിന്റെ 4th ഫ്ലോർ. അവിടെയാണ്. ഓ ശരി. എന്ത് സീരിയസ് ആയിട്ടുണ്ടോ പറയാനുണ്ടെന്നും പറഞ്ഞ് റൂമിനകത്ത് വരുമെന്നിരിക്കുന്നു. 4 കോടി രൂപയാണ് ലാഭം കിട്ടുന്നത്. അയ്യോ, ഞാൻ കേട്ട് കണ്ണുകളിൽ പോയി അല്ലേ? പിന്നെ അവന്മാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാം നല്ല നീറ്റ് ടീമാണ്. അവിടുന്ന് ഒരുപാട് പേര് അവർ കൊണ്ടുപോകുന്നുണ്ട്, പലരും പോയിട്ടുണ്ടെന്നൊക്കെ നമ്മളെ പാർട്ടിയിലെ ആളുകൾ അന്വേഷിച്ച് പറഞ്ഞു. ഇവിടുന്ന് വിറ്റുപറക്കി അവിടെ പോയി കോടികൾ സമ്പാദിച്ച് ഇപ്പോൾ ഇവിടെ എന്നിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇടുക്കിയിൽ ഏലവും മറ്റേ കുരുമുളകും ഒക്കെ വാങ്ങിച്ച് ഏക്കർ വാങ്ങിച്ച് ഇവിടെ രാജാവായിട്ട് വിലസുകയാണ്. ഇനി ഭാഗ്യം. അമ്മാവനെന്ത് ഭാഗ്യം. ചുമ്മാ അമ്മാവനെ നമ്മൾ വിടുന്നില്ല. ഈ വയസ്സാം കാലത്ത് ഈ അമ്മാവനോട് പോയി എന്ത് ചെയ്യാനാണ് ഇനി? നല്ലൊരു തണുപ്പടിച്ചാൽ വലിയവാകും, ശ്വാസം മുട്ടാവും. പക്ഷെ നമ്മളെ നല്ല സമയമാണ്. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം അവിടെ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ റൊണാൾഡോ. 5 കൊല്ലം, ഒരു കൊല്ലം 4 കോടിയാണ് ലാഭം പറഞ്ഞേക്കുന്നത്. ആ 4 കോടിയിൽ ഒരു 50 കൂടെ കുറ 3.5 കോടി. 3.5 കോടി ആണെങ്കിൽ പോലും 5, 15, ഒരു 10-17 കോടി രൂപ 5 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ റൊണാൾഡോ ഇവിടെ വന്ന് നമ്മൾ പൊളിക്കും. വീടിൻ്റെ പ്രമാണം എടുപ്പുണ്ട്. റോസ്മേരിയുടെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവേ ഇതുപോലെ പ്രമാണം മേടിച്ച് വെച്ച് അതിന് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പോയിട്ട് രക്ഷപ്പെടുവാന്ന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ട്. അത് വെച്ചിട്ട് പൈസ എടുത്താലോ? ഒരു ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ നമുക്ക് കോടികൾ ലാഭം വരെ. പിന്നെ എന്താണ് എടുത്തുവിടാത്തേ? ഞാനും കുറച്ച് മറിക്കാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ പാർട്ടി ഫണ്ടിൽ എന്തെങ്കിലും വന്നാൽ അതിൽ നിന്ന് ഞാൻ പൊക്കും. അതിന് തിരിച്ചാലോട്ട് ഇട്ട് കൊടുക്കാം പാർട്ടി. അത് അല്ല, അപ്പം അമ്മാവൻ ശക്തിയുക്തം നിൽക്കുമല്ലേ? അമ്മാവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. വീട്ടിൽ ഇതാക്കാൻ നേരത്തെ ഈ ഫോണൊന്ന് കുത്തിയിടണേ. തങ്കൻ ചേട്ടത്തി ആളാരാന്നറിയാലോ? കുത്തി ചോദിക്കും, എവിടെ പോയിരുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കും. നാളെ രാവിലെ നിനക്ക് ഇഷ്ടപ്പെട്ട ഗോതമ്പ് കൂട്ടും ഉണ്ടാക്കി 2 ഓംലെറ്റും വെച്ച് തരുമ്പോൾ നീ പറയരുത് 5 ലക്ഷം രൂപ കൊടുത്തു എന്നും നമ്മൾ അവിടെ പോകണമെന്നൊന്നും പറയരുത്. പറഞ്ഞതിൻ്റെ വിധം മാറുവേ. റോസ്മേരിക്കറിയാം. അവൾ പറയത്തില്ല. ഈ ആവശ്യം പറഞ്ഞിട്ടല്ലോ കൂട്ടുകാരെ പ്രമാണം വെച്ചിട്ട് 5 ലക്ഷം രൂപ എടുത്തേ. അവള് പറയത്തില്ല. അവളെ വിശ്വസിക്കാം. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലേ, ഇതൊക്കെ എല്ലാം ആയി കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഈ അത് നിനക്ക് അറിഞ്ഞു, ഈ വിളിദോഷം ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നടക്കാതെ വരും. അതുകൊണ്ട് ഇനിയിപ്പം റോസ്മേരി അറിഞ്ഞിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പം ഇവിടെ ആരും കേട്ടല്ലേ. പൊന്നു ക്ലീറ്റസേ, എൻ്റെ വാക്ക് കേട്ട എത്ര നന്നായി. ഞാനേ അസർബൈജാനിലേക്ക് പോകാതിരുന്നത് എത്ര നന്നായി എന്നറിയോ? എടാ, ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് പോണില്ല എന്ന് തീരുമാനിച്ച് ഇന്ന് രാവിലെ അവിടെ ചെന്നിട്ട് ഞാനില്ല എന്ന് പറയാൻ വേണ്ടി പോയതാ. അപ്പം ഇന്നലെ തന്നെ ആ 2 തട്ടിപ്പുകാർ മുങ്ങിന്ന്. അവിടെ പോലീസും അവർക്ക് കാശ് കൊടുത്തവരൊക്കെ നിന്ന് നിലവിളിക്കുക. ആകെ പ്രശ്നമായി. ഇവർ 2 പേരും വിസ തട്ടിപ്പുകാരാന്നേ. അയ്യോ, ഇവനെന്താ പറ്റിയേ?